ഞങ്ങൾ വീണ്ടും വന്നിരിക്കുവാണ്. ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ മാളു, എൻ്റെ കൂടെയുള്ളത് RJ റോഷ്. This is Campus Jingles 2023, where happiness jingles, friendship mingles, powered by Department of English. ഹലോ റോഷ്, എന്താണ് ഭയങ്കര ആലോചനയിലാണല്ലോ ഇന്ന്? ഞാനങ്ങനെ കാര്യമായിട്ടൊന്നല്ല, എന്നാലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് ചോദിക്കണോ വേണ്ടയോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു. ചോദിക്ക് എന്താ വേണോ? വേണം പറ. എന്താ പിന്നെ ചോദിച്ചേക്കല്ലേ. ചോദ്യം ഇതാണ്: എന്താണ് സ്നേഹവും ഇഷ്ടവും തമ്മിലുള്ള വ്യത്യാസം? ഇഷ്ടവും സ്നേഹവും ഞാൻ മുമ്പ് എവിടെയോ വായിച്ചതാ. നമുക്ക് ഇഷ്ടം തോന്നുവാണ്. ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മളൊരു പൂവിനെ കാണുന്നു, ആലോചിക്കാം, ഒരു പൂവിനെ കാണുന്നു. ഇഷ്ടമാണ് എങ്കിൽ നമ്മൾ ആ പൂവിനെ കാണുമ്പോൾ പറിച്ചെടുക്കും, അത് നമ്മുടെ സ്വന്തമാക്കാൻ നോക്കും. മറിച്ച് സ്നേഹമാണ് ആ പൂവിനെ കാണുമ്പോൾ തോന്നുന്നെങ്കിൽ നമ്മൾ ആ പൂവിനെ സംരക്ഷിച്ച് എന്നും വെള്ളം ഒഴിച്ച് അതിനാവശ്യമായ പരിചരണമൊക്കെ കൊടുത്ത് അതിനെ വളർത്തിയെടുക്കും. വേറൊരു രീതിയിൽ പറയുവാണെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് നിസ്വാർത്ഥമാണ്, ഇഷ്ടം സ്വാർത്ഥമാണ് എന്ന് നമുക്ക് പറയാം. ഓക്കേ, എങ്കിൽ പിന്നെ ഞാൻ വേറൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? ഇന്ന് ഫുള്ള് ചോദ്യമാണല്ലോ. ഒരൊറ്റ ചോദ്യം. അപ്പൊ നിനക്ക് എന്നോടുള്ളത് സ്നേഹമാണോ അതോ ഇഷ്ടമാണോ? അയ്യോ, ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു പാട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് തരാം. അപ്പൊ നമുക്ക് ഇതാദ്യത്തെ പാട്ട് കേൾക്കാം. ഇതാദ്യത്തെ പാട്ട് ഒരു മുறை വന്ന വാർത്ത എന്ന സിനിമയിലെ അരികിൽ പതിയിട നെഞ്ചിൽ എന്ന പാട്ടാണ്. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ഓക്കേ. അരികിൽ പതിയിട നെഞ്ചിലാരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം. മഴയേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ മെല്ലെ പുതുമഴ മെയ്പുണരും പൂവിൻ മൗനം, ഇതൾ വിരിയും ഈരാവിൻ നിറമോഹം. മനമറിയാതെ തിരയുകയോ നീ എൻ്റെ ഉള്ളം, നിന്നിൽ ഞാൻ മൗനമായി അലിയും അനുരാഗം. നിന്മേ തൊട്ടു പൂമേടത്തോറും കാറ്റായി നീളേ നിന്നോടൊന്നു ചേരാൻ തുടിക്കും മോഹം. അരികിൽ പതിയിട നെഞ്ചിലാരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നീണം.
രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം മഴയേ പാട്ടായിരുന്നു അല്ലേ മാളു? ശരിയാ, നല്ല പാട്ടാ. നമ്മളിപ്പോ സ്നേഹത്തിനെ പറ്റിയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഈ സ്നേഹത്തെ പറ്റി നോക്കുവാണെങ്കിൽ സ്നേഹിക്കുന്ന ചിലര് ഈ തിരിച്ചു കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടും ഒരുപാട് പേര് പറ്റിക്കുന്നുണ്ടല്ലോ. പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടും നീണ്ടു നിൽക്കില്ലെന്ന് അറിഞ്ഞിട്ടും ചിലരുടെ സ്നേഹമൊക്കെ കുറച്ചു നാളൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ നീണ്ടു നിൽക്കില്ലെന്ന് അറിഞ്ഞിട്ടും മറ്റൊരാളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങടെ സ്നേഹം കൊടുക്കുന്ന കുറച്ചു പേരില്ലേ? അങ്ങനെയുള്ള സ്നേഹമാണ് ഈ സ്നേഹം എന്ന വാക്കിന് അർത്ഥവത്താക്കുന്നത് അല്ലെങ്കിൽ യഥാർത്ഥമാക്കുന്നത് അല്ലേ? അത് ശരിയാ. ഈ സ്നേഹം എന്നുള്ള വാക്കിന് പകരം വെക്കാൻ മലയാളത്തിൽ ഒരൊറ്റ വാക്ക് പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാ. സ്നേഹം അത്രയ്ക്ക് തീക്ഷ്ണമാണ്, പവർഫുൾ ആണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമുക്ക് ഒരാളുണ്ട് എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു സംഭവമാണ്. അതെ അതെ. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ബുക്ക് റിവ്യൂ കേട്ടാലോ? ഓക്കെ. നമ്മളിങ്ങനെ ചുമ്മാ കുറേ സമയം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ബുക്ക് റിവ്യൂ കേൾക്കുന്നതായിരിക്കും നല്ലത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആരുടെ ബുക്ക് റിവ്യൂ ആണെന്നറിയോ? ആരുടെയാ? നമ്മുടെ മലയാളത്തിലെ പെരുമ്പടവം ശ്രീധരൻ സാർ എഴുതിയ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിന്റെ ബുക്ക് റിവ്യൂ ആണ്. എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് കേട്ട് തിരിച്ചു വരാം. ഓക്കെ. മലയാള സാഹിത്യരംഗത്ത് ശ്രീ പെരുമ്പടവം ശ്രീധരനെ ശ്രദ്ധേയനാക്കിയ നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. ചൂതാട്ടക്കാരൻ എന്ന നോവലിൻ്റെ രചനയിൽ ഏർപ്പെട്ടിരിക്കുന്ന ദസ്തയേവ്സ്കിയുടെ അരികിൽ അന്ന എന്ന യുവതി എത്തുന്നതും തന്നേക്കാൾ വളരെ ചെറുപ്പമായ അന്നയോട് ദസ്തയേവ്സ്കിക്ക് തീവ്ര പ്രണയം തോന്നുന്നതും ഒടുവിൽ ഇരുവരും ജീവിത പങ്കാളികളാകുന്നതും അതിനിടയിലുള്ള അന്തർമുഖനായ ദസ്തയേവ്സ്കിയുടെ ആത്മസംഘർഷങ്ങളും ആശങ്കകളുമാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം. അഴിഞ്ഞാട്ടക്കാരനും അരാജകവാദിയുമായി പല എഴുത്തുകാരും വിശേഷിപ്പിച്ചിട്ടുള്ള ദസ്തയേവ്സ്കിയെ ഹൃദയത്തിനുമേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ആളായിട്ടാണ് പെരുമ്പടവം ഈ നോവലിലൂടെ അവതരിപ്പിക്കുന്നത്. ദസ്തയേവ്സ്കിയുടെ തന്നെ ഓർമ്മക്കുറിപ്പുകൾ ഈ നോവലിൻ്റെ രചനയിൽ ഏറെ സഹായകമായി എന്ന് പെരുമ്പടവം ഈ നോവലിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ബൈബിളിലെ ചില സങ്കീർത്തനങ്ങളിൽ ഉള്ളതുപോലെയുള്ള കുറ്റബോധത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഒരു സ്വരം ദസ്തയേവ്സ്കിയുടെ മിക്ക കൃതികളിലും കാണപ്പെടുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ മുഖ്യ കഥാപാത്രമാക്കിയ തൻ്റെ നോവലിന് ഒരു സങ്കീർത്തനം പോലെ എന്ന പേര് പെരുമ്പടവം നൽകിയത്. ശില്പഘടനയിലും വൈകാരികതയിൽ മികച്ചു നിൽക്കുന്നു. മലയാള നോവലിലെ ഏകാന്ത വിസ്മയമായി ഈ കൃതിയെ കണക്കാക്കാം. ഹൃദയം തുറന്ന് സംസാരിക്കുന്നതാണ് ദസ്തയേവ്സ്കിയുടെ സ്വഭാവം. അപരിചിതരോട് പോലും അദ്ദേഹം അങ്ങനെയാണ്. അന്നയോടും അദ്ദേഹം സംസാരിച്ചത് ഹൃദയം തുറന്നാണ്. അതാണ് പ്രായത്തിൽ ഏറെ എളുപ്പമുള്ള ആ പെൺകുട്ടിയെ എഴുത്തുകാരനിലേക്ക് ആകർഷിച്ചത്. ആദ്യ കൂടിക്കാഴ്ചകളിൽ ഒന്നിൽ അദ്ദേഹം അന്നയോട് പറയുന്നുണ്ട്, നമ്മുടെ ജീവിതവും മരണവുമൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്താണ്. അന്നയ്ക്കറിയാമോ, ഞാൻ ഇതുവരെ ജീവിച്ചത് എൻ്റെ ഹൃദയത്തിലാണ്. എൻ്റെ ഇനിയുള്ള ജീവിതവും അങ്ങനെയായിരിക്കും. ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് പെരുമ്പടവം സങ്കീർത്തനം പോലെ എന്ന നോവൽ എഴുതിയത്. അതുകൊണ്ടാണ് മലയാളിയുടെ ഹൃദയത്തെ ആ നോവൽ പൂർണ്ണമായി ആകർഷിച്ചതും ഇന്നും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നതും. നന്ദി. നമ്മളിനി പോകുന്നത് ഗോൾഡൻ 90s എന്ന സെക്ഷനിലേക്കാണ്. ഇന്ന് നമ്മളോട് പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലൈബ്രറി അസിസ്റ്റന്റായ സിനിമാമാണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട് കൈതപ്രം രചിച്ച നമ്മുടെ KS ചിത്ര ചേച്ചി ആലപിച്ച പൈതൃകം എന്ന സിനിമയിലെ നീലാഞ്ജന പൂവിൽ എന്നുള്ള പാട്ടാണ്. അപ്പൊ നമുക്കത് പെട്ടെന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. നീലാഞ്ജനപ്പൂവിൻ താലാട്ടുഞാലിൽ തേവാരം
ഹലോ ട്രിങ് ട്രിങ് മ്യൂസിക്കിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? ഞാൻ ഹരിതയാണ്, MSc കെമിസ്ട്രി. ഓക്കെ, PG സ്റ്റുഡൻ്റ് ആണല്ലേ? അതെ. ഓക്കെ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങൾക്ക് ലാബ് എക്സാം ആവാറായി, അപ്പം ലാബിന്റെ വർക്കുകളൊക്കെ ആയിട്ട് നടക്കുന്നു. അതെ അല്ലേ, ഇതിപ്പോ ഈ വർഷം കൂടെ അല്ലേ ഉള്ളൂ? അതെ അതെ. ഓക്കെ, അപ്പോൾ ചേച്ചി ഇന്നത്തെ നമ്മുടെ തീമൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. നമ്മൾ ഇന്ന് സ്നേഹത്തെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്കത് സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി ആദ്യം എത്തുന്നത് നമ്മുടെ പേരൻസ് തന്നെയായിരിക്കും അല്ലേ? അതെ അതെ. അപ്പോൾ ചേച്ചിയുടെ പേരൻസ് എങ്ങനെയാണ്? ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസ് ആണോ അതോ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു ടൈപ്പാണോ? സപ്പോർട്ടീവ് ആണ്, അറ്റ് ദ സെയിം ടൈം അച്ഛൻ നല്ല സ്ട്രിക്റ്റും ആണ്. ആണല്ലേ? എങ്ങനെയാ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ? കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പഠിക്കാനൊക്കെ ചേർന്നത്. അപ്പൊ ഇപ്പൊ തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാനൊന്നും പറ്റില്ലല്ലോ, ഇത്രയും വൈകിട്ടൊക്കെ. അതെ, അപ്പം സപ്പോർട്ടീവ് ആണ്, പക്ഷെ നല്ല സ്ട്രിക്റ്റ് ആണ്. അച്ഛൻ യൂണിഫോം കോഴ്സിലായിരുന്നു, അപ്പൊ അതിന്റെ ആയിരിക്കാം സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നമ്മുടെ സെഗ്മെന്റിലേക്ക് കിടന്നാലോ? ഓക്കെ. ചേച്ചി ഇന്ന് ഏത് പാട്ടാണ് ആവശ്യപ്പെടുന്നത്? എനിക്ക് താരേ സമീൻ പർ എന്ന് പറയുന്നൊരു ഹിന്ദി ഫിലിമുണ്ട്, അതില് മേക്കബി ബദലാത്താന ഹി എന്ന് പറയുന്നൊരു സോങ് ഉണ്ട് അത്. ഓക്കെ, അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
അതെനിക്ക് 2013-16 കാലഘട്ടത്തില് ഈ കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, പിന്നെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന, ഇപ്പം ഇവിടുന്ന് ട്രാൻസ്ഫർ ഒക്കെ ആയിപ്പോയ ഒരു ബികോം ഡിപ്പാർട്ട്മെന്റിലൊരു അബ്ലഡ് സാർ ഉണ്ട്, പിന്നെ ഒരു സിജു സാർ ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലൊരു ലക്ഷ്മി ടീച്ചറുണ്ട്, ദെൻ ഹിന്ദിയിലുണ്ടായിരുന്ന ഒരു രാജ ടീച്ചറുണ്ട്, പിന്നെ ഞങ്ങളുടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ഭയങ്കര പ്രിയപ്പെട്ട സീന ടീച്ചറും പിന്നെ ഒരു ശ്രീഷ ടീച്ചറുണ്ട്. അവർക്കൊക്കെ സ്പെഷ്യലായിട്ടും പിന്നെ നിലവിലൂടെയുള്ള എല്ലാ ടീച്ചേഴ്സിനും വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ചേച്ചി നേരത്തെ എവിടെയായിരുന്നു പഠിച്ചിരുന്നത്? അതെ, ഞാനിവിടെയാ പഠിച്ചത്. ഓക്കെ. അതാണ് അത്രയും ടീച്ചേഴ്സിനെ സ്നേഹിച്ചിരുന്ന ആളാണല്ലേ? അതെ, ഒരുപാട് ആണ് ഇപ്പോഴും ഉണ്ട്. ഞാനപ്പോ ആദ്യം കോട്ടയത്തായിരുന്നു. അപ്പൊ ഇപ്പൊ പറഞ്ഞ കുറച്ച് ടീച്ചേഴ്സ് കോട്ടയം കോളേജിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ നമുക്ക് ഇതേ കോളേജിലെ അറ്റ്മോസ്ഫിയറും ഒക്കെ തന്നെയായിരുന്നു അവിടെ. കാരണം ഈ ടീച്ചേഴ്സ് ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് വന്നപ്പോ അതിലേറെ സന്തോഷമുണ്ട്. നമ്മുടെ പഴയ കോളേജ്, പഴയ ടീച്ചേഴ്സ് എല്ലാരെയും കണ്ടപ്പോ ഒക്കെ, എസ്പെഷ്യലി ടീച്ചേഴ്സിന് വേണ്ടി. ഓക്കെ ഓക്കെ. അപ്പോൾ ചേച്ചി ആവശ്യപ്പെട്ട പാട്ട് എന്തായാലും ഞങ്ങൾ വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഒക്കെ ഇനിയും കേൾക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നമ്മുടെ ഹരിത ചേച്ചി ആവശ്യപ്പെട്ട സോങ് എന്തായാലും നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പം നമുക്കത് കേട്ടിട്ട് ഓടി തിരിച്ച്. मैं कभी बतलाता नहीं, पर अंधेरे से डरता हूँ मैं माँ। यूं तो मैं दिखलाता नहीं, तेरी परवाह करता हूँ मैं माँ। तुझे सब है पता है ना माँ, तुझे सब है पता मेरी माँ। भीड़ में यूं न छोड़ो मुझे, घर लौट के भी आना पाऊँ माँ। भेजना इतना दूर मुझको तू, याद भी तुझको आना पाऊँ माँ। क्या इतना बुरा हूँ मैं माँ, क्या इतना बुरा मेरी माँ। जब भी कभी पापा मुझे जो जोर से झूला झूलाते हैं माँ, मेरी नजर ढूंढे तुझे, सोचूं यही तू आके थामेगी से। मैं ये कहता नहीं, पर मैं सहम जाता हूँ माँ। चेहरे पे आने देता नहीं, दिल ही दिल में घबराता हूँ माँ। तुझे सब है पता है ना माँ, तुझे सब है पता मेरी माँ। मैं कभी बतलाता नहीं,
पर अंधेरे से डरता हूँ मैं माँ, यूं तो मैं दिखलाता नहीं, तेरी परवाह करता हूँ मैं माँ। तुझे सब है पता है ना माँ, तुझे सब है पता मेरी माँ। ഇന്നത്തെ പ്രധാന വാർത്തകൾ. സേവനങ്ങൾക്ക് ഒക്ടോബർ മുതൽ ജനന സർട്ടിഫിക്കറ്റ് മതി. ന്യൂഡൽഹി. ഒക്ടോബർ മുതൽ വിവിധ സേവനങ്ങൾക്ക് രേഖയായി ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റ് പാസാക്കിയ ജനന മരണ രജിസ്ട്രേഷൻ നിയമം 2023 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. നിപ്പയിൽ ആശ്വാസഫലം. 11 സാമ്പിളുകൾ നെഗറ്റീവ്. കോഴിക്കോട്. നിപ്പ രോഗബാധ സ്ഥിരീകരിച്ച ജില്ലയിൽ അതിജാഗ്രത തുടരുന്നു. അതിനിടെ ബുധനാഴ്ച പരിശോധനയ്ക്കയച്ച 11 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവാണ് എന്ന ആശ്വാസമുണ്ട്. സമ്പർക്ക പട്ടികയിലുള്ള 30 പേരുടെ സാമ്പിളുകൾ കൂടി വ്യാഴാഴ്ച പരിശോധനയ്ക്കയച്ചു. ഇതിൽ 15 പേർ രോഗികളുമായി അടുത്തിടപഴകിയ ആരോഗ്യ പ്രവർത്തകരാണ്. ഒരാൾക്ക് രോഗലക്ഷണങ്ങളുണ്ട്. ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. കൊച്ചി. കേരള വിഷൻ ഗ്രൂപ്പിന്റെ പ്രഥമ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഏഷ്യാനെറ്റും സി കേരളവും 5 വീതം അവാർഡുകൾ നേടി. ശരത് ദാസ് ആണ് മികച്ച നടൻ, ഹരിത ജി നായർ മികച്ച നടിയും. സ്പോർട്സ് ന്യൂസ്. കഥ മാറ്റാൻ വോളി ടീം. ഏഷ്യൻ ഗെയിംസ് വോളിബോളിൽ വലിയ നേട്ടങ്ങളില്ല ഇന്ത്യക്ക്. എന്നാൽ ഇക്കുറി കഥ മാറുമെന്ന് ഉറപ്പ് പറയുന്നു മുൻ അന്താരാഷ്ട്ര താരവും ഏഷ്യൻ ഗെയിംസ് പുരുഷ ടീമിന്റെ സഹപരിശീലകനുമായ ടോം ജോസഫ്. ടീം വെള്ളിയാഴ്ച ബംഗളൂരുവിൽ നിന്ന് ഹാങ്സോവിലേക്ക് യാത്ര തിരിക്കും. ദക്ഷിണ കൊറിയ, കംബോഡിയ എന്നിവർക്കൊപ്പം പൂൾ സിയിലാണ് ഇന്ത്യ. ഇനി ഇന്നത്തെ ചിന്താവിഷയം. വിജയം ആസ്വാദ്യകരമാകണമെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. മാളു, നമ്മളൊരു ചോദ്യം കൊണ്ടാണ് ഈ പരിപാടി തുടങ്ങിയത്, ഓർക്കുന്നുണ്ടോ? എന്ത് ചോദ്യം? നീ ഓർക്കുന്നില്ലേ? ഇല്ല. ഞാൻ ചോദിച്ചല്ലായിരുന്നോ നിനക്ക് എന്നോടുള്ളത് സ്നേഹമാണോ അതോ ഇഷ്ടമാണോ എന്ന്? ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ? അതെ, അപ്പോ ഉത്തരം വേണമായിരിക്കും. വേണം. വേണോ? വേണം. നമ്മൾ പറഞ്ഞു ഇഷ്ടം എന്താ? സ്വാർത്ഥമായത്. സ്നേഹം എന്ന് പറയുന്നത് നിസ്വാർത്ഥമായത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യമല്ലേ? അപ്പോൾ എൻ്റെ പെരുമാറ്റ രീതികളൊക്കെ വെച്ച് നീ എന്തായാലും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ കണ്ടുപിടിച്ചോ സ്നേഹം ആണോ ഇഷ്ടമാണോ എനിക്കുള്ളതെന്ന് നീ തന്നെ കണ്ടുപിടിച്ചോ. പോരെ? അപ്പൊ ഇതെനിക്ക് തന്നെ ഉള്ള ടാസ്ക് ആയി. അങ്ങനെയും പറയാം. ശരി, എന്നാ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഓക്കെ. പിന്നെ മാളു, നമ്മൾ കുറെ നേരത്തെ സംസാരിക്കുകയല്ലേ, എങ്കിൽ പിന്നെ നമുക്ക് ഇവരോട് ബൈ പറഞ്ഞാലോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്യാമ്പസ് ജിംഗിൾസ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളെല്ലാവരും പരസ്പരം സ്നേഹിക്കുക, സഹായിക്കുക, നല്ലവരായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും വരും. Signing off from Campus Jingles 2023. This is RJ Rosh with RJ Malu. Bye.